നമസ്കാരം പ്രിയമുള്ളവരെ. ഈ പശ്ചിമേഷ്യയിലെ സംഭവവികാസങ്ങൾ വിലയിരുത്തുമ്പോൾ ഏറ്റവും അവസാനമായി പുറത്തു വരുന്ന വാർത്തകളിലൊന്ന് അമേരിക്കൻ ഇസ്രായേലി പൗരനായ ഏദൻ അലക്സാണ്ടറുടെ മോചനവുമായി ബന്ധപ്പെട്ടാണ്. അങ്ങനെ ഒരു മോചനം സാധ്യമായാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇടപെട്ട് ഗസയിൽ വെടിനിർത്തൽ യാഥാർത്ഥ്യമാക്കും എന്ന രീതിയിലുള്ള ചർച്ച അന്താരാഷ്ട്ര തലത്തിൽ ഉയരുന്ന ഒരു നിമിഷമാണിത്. കാരണം മധ്യസ്ഥരിടപെട്ട് ഈ ഏഡൻ അലക്സാണ്ടർ എന്ന് പറയുന്ന അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും പൗരത്വമുള്ള ഇസ്രായേലി സൈനികനെ മോചിപ്പിച്ചാൽ ഗസയിൽ വെടിനിർത്തൽ സാധ്യമാകുന്ന രീതിയിലേക്ക് അമേരിക്കൻ പ്രസിഡന്റ് ഇടപെടലുകൾ ഉണ്ടാകും എന്ന നിലയ്ക്ക് മധ്യസ്ഥ ചർച്ച പുരോഗമിക്കുന്നതായി ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ യഥാർത്ഥ രൂപം എന്താണെന്ന് ഇതുവരെയും ഉരുത്തിരിഞ്ഞു വന്നിട്ടില്ല. പക്ഷേ അന്താരാഷ്ട്ര തലത്തിലേക്ക് അങ്ങനെ ഒരു ചർച്ചയുടെ സാധ്യതകളെപ്പറ്റി ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. മറ്റൊന്ന്, ബന്ദികളുടെ ജീവൻ, അതിനെപ്പറ്റി ഹമാസിൻ്റെ പ്രസ്താവന ഉണ്ടായിരിക്കുന്നു എന്നാണ്. ഇപ്പോഴും 59-ലധികം ബന്ദികൾ ഇസ്രായേലിൽ നിന്ന് ഒക്ടോബർ 7-ന് ഹമാസ് തട്ടിക്കൊണ്ടുപോയ ആളുകൾ ഹമാസിൻ്റെ കൈവശമുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഹമാസിൻ്റെ പ്രസ്താവന ഉണ്ടാകുന്നതാണ്. അതായത് ഈ ബന്ദികളുടെ ജീവൻ നിലനിർത്തുന്നതിനാവശ്യമായ എല്ലാ നടപടികളും ഹമാസ് കൈക്കൊള്ളുന്നുണ്ട്. പക്ഷേ ഈ ക്രമരഹിതമായ ബോംബാക്രമണം, മിസൈൽ ആക്രമണമൊക്കെ ഉണ്ടായാൽ ബന്ദികളുടെ സുരക്ഷിതവുമായി ബന്ധപ്പെട്ട് ഹമാസിന് ഉറപ്പുകൾ പറയുവാൻ പറ്റില്ല. അങ്ങനെയാണ് ഉണ്ടാകുന്നതെങ്കിൽ ബന്ദികളുടെ ശവപ്പെട്ടികളായിരിക്കും ഒരുപക്ഷെ ഇസ്രായേലിലെത്തുക. അത് ഹമാസിൻ്റെ ഉത്തരവാദിത്തമല്ല, മറിച്ച് ഇസ്രായേൽ നിരന്തരം ഗസയിൽ നടത്തുന്ന വ്യോമാക്രമണങ്ങളുടെയും മിസൈൽ ആക്രമണങ്ങളുടെയും ഫലമായിട്ടായിരിക്കും അവർ കൊല ചെയ്യപ്പെടുക എന്ന ഹമാസിൻ്റെ ഒരു പ്രസ്താവന ഉണ്ടായതായി അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ പുറത്തുവിടുന്നുണ്ട്. അത് ഇസ്രായേലിൽ വലിയ പ്രതിഷേധങ്ങൾ ഉയർത്തുന്നു എന്നൊരു വാർത്ത കൂടി പുറത്തുവിടുകയാണ്. ഇത് ഹമാസിൻ്റെ ഒരു തന്ത്രമായാണ് വ്യാഖ്യാനിക്കുന്നത്. കാരണം ഈ ഒരു ആഭ്യന്തര കലാപത്തിലേക്ക് ഈ ബന്ദികളുടെ മോചനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നയിക്കട്ടെ ഇസ്രായേലിനെ എന്നൊരു തന്ത്രമായിരിക്കാം ഹമാസിനെ കൊണ്ട് ഇങ്ങനെ ഒരു ബന്ദികളുടെ വീഡിയോകളും അതുപോലെ ബന്ദികളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളൊക്കെ അടിക്കടിക്ക് ഇറക്കുന്നത് എന്നൊരു അവലോകനം കൂടി അന്താരാഷ്ട്ര തലത്തിലേക്ക് നടക്കുന്നുണ്ട്. കാരണം ഇന്നലെ ഹമാസിന് എതിരെ ഗസയിൽ ചില റാലികളും അതുപോലെ പ്രതിഷേധ പ്രകടനങ്ങളുമൊക്കെ നടന്നതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ യാഥാർത്ഥ്യത്തെ സംബന്ധിച്ച് വളരെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് വരുന്നത്. യുദ്ധത്തിനെതിരെയായ ഒരു പ്രക്ഷോഭമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അത് സ്വാഭാവികമായി ഹമാസിനെതിരെയായിട്ടുള്ള ഒരു പ്രക്ഷോഭമായിട്ടല്ല, അഥവാ ഒരു പ്രകടനമായിട്ട് ഇസ്രായേലി മാധ്യമങ്ങളും പാശ്ചാത്യ മാധ്യമങ്ങളും വളച്ചൊടുക്കിയായിരുന്നു എന്നൊരു വാദഗതിയും നിലനിൽക്കുന്ന സന്ദർഭത്തിൽ ഹമാസ് വളരെ പർപ്പസ്ഫുള്ളി ആയിട്ടാണ് ഇങ്ങനെ ഒരു ഉദ്യമം നടത്തിയത്. അഥവാ ഈ ബന്ദികളെ ഉത്തരവാദിത്വം തങ്ങൾക്കല്ല, ബന്ദികളുടെ മേൽ വ്യോമാക്രമണത്തിൻ്റെ ഫലമായി ബന്ദികൾ കൊല ചെയ്യപ്പെട്ടാൽ അതിൻ്റെ ഉത്തരവാദിത്വം ഇസ്രായേലിനാണ് എന്ന ഒരു പ്രസ്താവനയുമായി ഹമാസ് മുന്നോട്ട് വന്നത് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നിലനിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന്. മറ്റൊന്ന്, ഇറാൻ്റെ പാർലമെൻറ്റ് സ്പീക്കർ മുഹമ്മദ് ഖാലിഫിൻ്റെ ഒരു പ്രസ്താവന വരുന്നു. അദ്ദേഹം പറയുന്നത് ഇറാനെ അമേരിക്ക ആക്രമിച്ചാൽ അമേരിക്കയുടെ മുഴുവൻ മേഖലകളും തീപിടിച്ചതുപോലെയാകും, പൊട്ടിത്തെറിക്കും എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ വരുന്നത്. മാത്രമല്ല അമേരിക്കയുടെയും സഖ്യകക്ഷി, അതായത് അദ്ദേഹം വ്യാംഗ്യമായി തന്നെ ഇസ്രായേലിനെ സൂചിപ്പിക്കുകയാണ്. അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും താവളങ്ങൾ പൂർണ്ണമായി നശിപ്പിക്കാൻ തക്കവണ്ണം ഇറാൻ സജ്ജമാണ് എന്നും ഈ ഇറാൻ്റെ പാർലമെൻറ്റ് സ്പീക്കർ മുഹമ്മദ് ഖലീഫയുടെ പ്രസ്താവന ഉണ്ടാകുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന്. മറ്റൊന്ന്, ഈ ഇറാൻ ഇന്നലെ പുറത്തിറക്കിയ ഈ ഭൂഗർഭ ആയുധപ്പുര, ഇറാൻ മിസൈൽ സിറ്റി എന്ന് വിളിക്കുന്ന ആയുധപ്പുരയുമായി ബന്ധപ്പെട്ടാണ്. ആ ആയുധപ്പുരയിൽ തറയിൽ ഇസ്രായേലിൻ്റെ പതാക പ്രത്യക്ഷപ്പെട്ടു. ആ പ്രത്യക്ഷപ്പെട്ട, അതായത് ഇസ്രായേലിൻ്റെ പതാക പരവതാനി പോലെ ഇങ്ങനെ തറയിൽ വിരിച്ചിരുന്നു. ആ പതാക ചവിട്ടിയാണ് ഇറാൻ്റെ പരമോന്നത നേതാക്കളൊക്കെ ഈ ഭൂഗർഭ അറകൾ, അഥവാ ഇറാൻ്റെ പരമോന്നതരായ സൈനിക മേധാവികളൊക്കെ ഈ ഭൂഗർഭ അറകൾ സന്ദർശിക്കുകയും മിസൈൽ സിറ്റിയുടെ പ്രവർത്തനങ്ങളൊക്കെ അവലോകനം ചെയ്യുകയും ഒക്കെ ചെയ്തത്. ഇതിപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ചർച്ചയാകുകയാണ്. കാരണം ഇസ്രായേലിൻ്റെ ദേശീയ പതാകയാണ്, അത് ചവിട്ടിയാണ് അവർ പോകുന്നത്, ഇസ്രായേലിനെ അത് ചൊടിപ്പിച്ചിട്ടുണ്ട് എന്ന രീതിയിലൊക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു സമയം കൂടിയാണ്. എന്തായാലും ചർച്ചയുടെയും ഒപ്പം തന്നെ ഭീഷണിയുടെയും ഒരു നിലപാടുകളുമായിട്ടാണ് അമേരിക്ക മുന്നോട്ട് പോകുന്നത് എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ ചില മാധ്യമങ്ങൾ സൂചിപ്പിക്കുന്നതനുസരിച്ച് ഒമാൻ ഇതിൽ മധ്യസ്ഥ നിലപാടുകൾ സ്വീകരിക്കുന്നുവെന്നാണ് ഈ ചർച്ചയുമായി, അഥവാ ഈ ആണവായുധ കരാറുമായി ബന്ധപ്പെട്ട ഇറാൻ്റെ അഭിപ്രായങ്ങൾ ഒമാനെ ഇറാൻ്റെ ആത്മീയ നേതാവ് അയത്തുള്ള അലി ഖൊമേനി ഔദ്യോഗികമായി അറിയിച്ചു എന്ന വാർത്തയും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നിലനിൽക്കുകയാണ്.
തൽക്കാലം ഈ വീഡിയോയുമായി ഇവിടെ വാങ്ങുന്നു. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. ജയ് ഹിന്ദ്.